നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ +1 +2 ജിയോജിബ്രയിൽ LPP എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിച്ചില്ലേ, അതാണ്. അത് ഗ്രാഫിക്കൽ നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ട്, അതായത് ഈ ലീനിയർ ഇനീക്വാലിറ്റിയുടെ ഗ്രാഫ് വരച്ചിട്ട് 4 സൈഡുള്ള കോർണർ പോയിൻ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം ചെയ്തിട്ടുണ്ടാവും +2. അപ്പോൾ ഇവിടെ നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, മാക്സിമൈസ് z = 3x1 + 4x2 സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് 4x1 + 2x2 ≤ 80, 2x1 + 5x2 ≤ 180, x1 x2 ≥ 0. അപ്പോൾ മാക്സിമൈസ് എന്നുള്ളത് ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് 2 കൺസ്ട്രെയിൻ ആണ്, 3, ഒരെണ്ണം നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും 2 കൺസ്ട്രെയിൻസും ആണുള്ളത്. 2 ഡിസിഷൻ വേരിയബിൾസാണ് x1ഉം x2. അപ്പോൾ നമുക്ക് മാക്സിമം പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ ലീനിയർ ഇനീക്വാലിറ്റീനെ ഇക്വേഷൻസ് ആക്കി എഴുതുക. 4x1 + 2x2 = 80 എന്ന് എഴുതുക, 2x1 + 5x2 = 180 എന്ന് എഴുതുക. പിന്നെ നമ്മൾ ഈ 2 ലൈനിൻ്റെയും ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടും കൂടി സോൾവ് ചെയ്യാം. കാരണം ഇവിടെ x1ൻ്റെ ഒരെണ്ണത്തിലെ കോഎഫിഷ്യൻറ്റ് 4 ആണ്, ഒരെണ്ണത്തിലെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ ഒരു ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്, ഒരു മിനിറ്റ്, ഓക്കെ, രണ്ടും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x1ൻ്റെ വാല്യൂ 2.5 എന്ന് കിട്ടും, x2ൻ്റെ വാല്യൂ 35 എന്ന് കിട്ടും. അതാണ് ഇൻ്റർസെക്ഷൻ പോയിൻ്റ് എന്ന് പറയാം. ഏത് പ്രോബ്ലം തന്നാലും എത്ര ഇനീക്വാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും അത് തമ്മിൽ സോൾവ് ചെയ്ത് ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് വരും, അത് കണ്ടുപിടിക്കണം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇക്വേഷൻ എന്താ, 4x1 + 2x2 = 80 അല്ലേ. അപ്പോൾ x1 എന്ന് പറയുന്നതിന് 0 കൊടുക്കുക. x1 0 ആണെങ്കിൽ 2x2 അവിടെ എന്താ വരിക, 80 ആണ് വരിക. അപ്പോൾ x2യുടെ വാല്യൂ 40 വരും, അതായത് 0 40 എന്ന് പറയുന്നൊരു പോയിൻ്റ് കിട്ടി. ഇനി നെക്സ്റ്റ് അതേ ലൈനിൽ x2ന് 0 കൊടുക്കുക. അപ്പോൾ x1 എന്ത് കിട്ടും, 20 എന്ന് കിട്ടും. അപ്പോൾ ഒരു പോയിൻ്റ് 0 40യും മറ്റൊരു പോയിൻ്റ് 20 0യുമാണ്. ഇനി നമ്മൾ എങ്ങനെ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് 0 2 പോയിൻ്റ് 0 40യും 20 0യും. 0 40 ഉണ്ടോ, എക്സ് ആക്സിൽ 0 വരുമ്പോൾ y ആക്സിസിൽ 40, അവിടെ ഒരു ഡോട്ട് ഇടാം. നെക്സ്റ്റ് എക്സ് ആക്സിസിൽ 0 വരുമ്പോൾ, y ആക്സിൽ 0 വരുമ്പോൾ എക്സ് ആക്സിസിൽ 20, ആ 20 0 എന്ന് പറയുന്ന പോയിന്റ്. ഇനി 0 40യെയും 20 0നെയും കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനായിരിക്കും ഫസ്റ്റത്തെ ലൈന്, 4x1 + 2x2 = 80. അതേപോലെ രണ്ടാമത്തെ ലൈനും വരയ്ക്കുക. x1ന് 0 കൊടുത്താൽ 5x2 = 180 ആണ് വരിക. അപ്പോൾ x2 എന്ന് പറയുന്നത് 180 ÷ 5 വരും. അപ്പോൾ വരുന്നത് എത്രയാണ്, 180 / 5 എന്ന് പറയുന്നത് 36 വരും. അപ്പോൾ 0 36 ആണ് ഒരു പോയിൻ്റ്, മറ്റൊരു പോയിൻ്റ് 90 0 ആണ്. അതിനെ രണ്ടിനെയും കണക്ട് ചെയ്താൽ ആ ലൈന് നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ ഈ 4 കൂടി, അതായത് x1 ≥ 0, x2 ഇങ്ങനെ 4 കൂടി ബൗണ്ടറി വരുന്ന ബൗണ്ടറി റീജിയൻ ആണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് ഒക്കെ ഏതൊക്കെയാണ് വരിക, ഒന്ന് 0 0 വരുന്നുണ്ട്, ഒരെണ്ണം 20 0 വരുന്നുണ്ട്, ഒരെണ്ണം 0 36 വരുന്നുണ്ട്, ഒരെണ്ണം വരുന്നത് ബി എന്ന് പറയുന്ന ഇൻ്റർസെക്ഷൻ പോയിൻ്റ്. അതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച 2.5ഉം 35ഉം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സിൽ 0 0 20 0 0 36 2.5 35 എന്ന് പറയുന്ന 4 പോയിൻറ്റിൽ നമ്മൾ സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് സെഡ് എന്ന് പറയുന്നത് 3x1 + 4x2 ആണല്ലോ. അപ്പോൾ x1ന് 0 കൊടുക്കുക, x2ന് 0 കൊടുക്കുമ്പോൾ 0 0യിലുള്ള വാല്യൂ കിട്ടും. അതേപോലെ 20 0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് xന് 20 കൊടുക്കുക, yന് 0 കൊടുക്കുക, അപ്പോൾ 60 കിട്ടും. അങ്ങനെ 4 പോയിന്റിൽ കിട്ടുന്നതിൽ ഏറ്റവും മാക്സിമൈസ് അല്ലേ ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 147.5 ആണ്. അത് നമുക്ക് കിട്ടുന്നത് ആ ഇൻ്റർസെക്ഷൻ പോയിന്റിലാണ്, 2.5 35 എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ അതാണ് അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഓരോ പ്രോബ്ലവും ചെയ്യാം. ഇവിടെ നോക്കി, 4x1 + 6x2, ഈ 3 കൺസ്ട്രെയിനും നമ്മൾ ഗ്രാഫിക്കലി വരയ്ക്കണം. ഗ്രാഫിക്കലി വരയ്ക്കാൻ വേണ്ടിയിട്ട് x1ന് 0 കൊടുക്കുമ്പോൾ x2 എന്താ വരിക നോക്കുക, x2ന് 0 കൊടുക്കുമ്പോൾ x1 എന്താ വരിക നോക്കുക. അത് നോക്കിയിട്ട് ആ 2 പ്രോബ്ലം ഈക്വാലിറ്റി ആക്കി മാറ്റിയതിന് ശേഷം, ഈക്വാലിറ്റി ആയി എഴുതിയതിന് ശേഷം ജസ്റ്റ് ആ ലൈനുകൾ ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുക.
ദെൻ ആ 4 കൂടി റൗണ്ട് ചെയ്യുന്ന റീജിയൻ അടയാളപ്പെടുത്തുക, അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക, ആ 4 4 5 എത്ര കോർണർ പോയിൻ്റ് ഉണ്ടോ അതിലൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ മാക്സിമം ആണോ മിനിമം ആണോ മാക്സിമം ആണോ ക്വസ്റ്റ്യൻ നോക്കുക. മാക്സിമൈസ് ആണെങ്കിൽ മാക്സിമം വാല്യൂ ആണ് എഴുതേണ്ടത്, മിനിമം ആണെന്നുണ്ടെങ്കിൽ മിനിമം വാല്യൂ ആണ് എഴുതേണ്ടത്. ഇത്രയും ചെയ്താലാണ് ഗ്രാഫിക്കൽ മെത്തേഡ് കംപ്ലീറ്റ് ആവുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ മൊഡ്യൂളിൽ. ഒരെണ്ണം സ്റ്റീപ്പസ്റ്റ് ഡിസെൻറ്റ്, പിന്നെ ഓൺലൈനിലെടുത്തത് ഒരെണ്ണം LPP ഫോം ചെയ്യാനുള്ള മെത്തേഡ്, മൂന്നാമത്തതാണ് LPP ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ.